ലൂസി മാം, ഞാൻ അരുണാണ്, റിപ്പോർട്ടറിൽ നിന്നാണ്. ഓക്കെ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ വിട്ടുപോയി. ആ കാര്യം ചോദിക്കാനാ. ഇവരുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു എന്ന് കേട്ടു ലൂസി. ഇവര് നമ്മൾ പേ ചെയ്യാൻ നേരത്ത് അതിനകത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു. കാരണം ഇവർ ആദ്യം കയറി വന്നപ്പോഴത്തെ ലുക്ക് കണ്ടപ്പോഴത്തേനുവേ നമുക്ക് എന്റെ മാനേജേഴ്സ് പറഞ്ഞു ഇവര് പേ ചെയ്യുമോ, ചിലരിങ്ങനെ വന്നിട്ട് പേ ചെയ്യാതെയൊക്കെ പോകും, ഇങ്ങനെ കൊച്ചു പിള്ളേർക്ക്. അപ്പൊ അവരിത് കഴിഞ്ഞും പറഞ്ഞു കൊച്ചു പിള്ളേരാണെങ്കിലും അവരുടെ ഇഷ്ടം പോലെ പൈസ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആവശ്യം ഇത് ഈ പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പറഞ്ഞത്. ഓ, മനസ്സിലായി. നമുക്ക് അവിടെ അവരെന്താ ചെയ്തത്, എന്ത് ട്രീറ്റ്മെന്റാ ചെയ്തത് അവിടെ എന്ന് പറഞ്ഞോ? അവര് ഹെയർ ബൊട്ടോക്സ് എന്ന് പറഞ്ഞാൽ മുടി സ്ട്രെയിറ്റ് ആകും. അതിനകത്ത് നമ്മുടെ ഇവരുടെ ബേബി ഹെയർ നല്ല നീളമുള്ള മുടിയൊക്കെ ആയിരുന്നു, കേരള സ്റ്റൈൽ. അത് മാറി മോത്തിന്റെ ഷേപ്പ് ഒക്കെ തന്നെ മാറ്റി അവരെന്താ വന്ന് പറഞ്ഞതെന്ന് വല്ലതും പറഞ്ഞോ? കേരള സ്റ്റൈൽ മാറ്റണമെന്ന് പറഞ്ഞോ, അതോ ഷോർട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ അവര്? ഇല്ല, അവര് പറഞ്ഞു സ്ട്രെയിറ്റ് ആക്കണം, സ്റ്റൈല് മാറ്റണം എന്ന് പറഞ്ഞു. സ്റ്റൈല് മാറ്റണം എന്ന് പറഞ്ഞു അല്ലേ? സ്ട്രെയിറ്റ് ആക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത് അനുസരിച്ച് അത് പറഞ്ഞു. അപ്പോൾ എമൗണ്ട് ഒക്കെ പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ മോളിച്ചത് ഇങ്ങനെ ചോദിച്ചു എന്നാ മുടിയൊക്കെ സ്ട്രെയിറ്റ് ആക്കുന്നത്. അന്നേരം പറഞ്ഞു ഇവിടെ വില കുറവാ, കേരളത്തിൽ 10,000 ഒക്കെയാ എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞാ ഓക്കെ. സ്ട്രെയിറ്റ് ചെയ്തു, ഷോർട്ടൻ ചെയ്തോ? മുടി കുറച്ച് മുറിച്ച് കളഞ്ഞു? കട്ടിങ് ചെയ്തു. നല്ല മുടി ഉണ്ടായിരുന്നത് കുറച്ച് മുടി മുറിച്ച് കളഞ്ഞു. ഇവരവിടെ എത്ര പേ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ കടയില്? നമ്മുടെ കടയിൽ ഓരോരുത്തരും 5,000 വീതം ചെയ്തു. രണ്ടുപേരും കൂടെ 10,000 ആയി. രണ്ടുപേരും 10,000 നമ്മുടെ കടയിൽ തന്നെ ചെയ്തു. അപ്പൊ ഇവരുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? അല്ല, ഒരാളുടെ 5 വീതം, രണ്ടുപേരും കൂടെ 10. രണ്ടുപേരും കൂടി 10. അപ്പൊ ഇവരുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? അതെ. ഇവര് ഏകദേശം ഒരു 2 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചിരുന്നു ലൂസി? 2 അല്ല, അവർ 4-4.5 മണിക്കൂർ ചെലവഴിച്ചു. ഈ ട്രീറ്റ്മെന്റിന് ഇച്ചിരി സമയം എടുക്കുന്ന. ഇവര് വന്നപ്പോ ഒരു 12 മണിക്ക് വന്ന് 5 മണിക്ക് പോയി അല്ലേ? 12 ആയിരിക്കും. 1 മണിയായെന്ന് തോന്നുന്നു. 1 മണിയായപ്പോ എത്തി, 5 മണിക്ക് പോയി. ഇവര് വലിയ പരിഭ്രാന്തി ഒന്നും ഉണ്ടായിരുന്നില്ല വരുന്ന സമയത്ത്? സാധാരണ പോലെ പരിഭ്രാന്തി ആയിരുന്നു അവർക്ക്. വന്നപ്പം പരിഭ്രാന്തി ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഇവരിങ്ങനെ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ വാഷ് ചെയ്യാവോ, ഞങ്ങൾക്ക് പോകണം, ഞങ്ങൾക്ക് ലേറ്റ് ആവുന്നു അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് എന്റെ സ്റ്റൈലിസ്റ്റ് പറഞ്ഞു മാഡം ഇവര് ഭയങ്കര വെപ്രാളം എടുക്കുക, ഒന്ന് വന്ന് പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു നമ്മളൊരു ട്രീറ്റ്മെന്റ് തുടങ്ങി അതിന്റെ ഫുൾ ടൈം ആകാതെ ഇടയ്ക്ക് എണീറ്റ് പോകാൻ പറ്റത്തില്ല, നിങ്ങളുടെ പൈസ വെറുതെ പോകും, അതുകൊണ്ട് വെയിറ്റ് ചെയ്യും, ഞങ്ങൾ എത്രയോ സ്പീഡിൽ പറ്റുമോ അത്രയും സ്പീഡിൽ പെട്ടെന്ന് ചെയ്തു തരാം. ഫോൺ ചെയ്തതിന് ശേഷമാണോ ഇവർക്ക് ഇത്തിരി വെപ്രാളം വന്നത്? അതെ. ഓക്കെ, അപ്പൊ അയാൾ വരുന്നു എന്ന് അറിഞ്ഞായിരിക്കും ഒരുപക്ഷെ വെപ്രാളം കൂട്ടിയിട്ടുണ്ടാവുക. ആയിരിക്കും. ഓക്കെ, ബാക്കി ഒന്നും പരിചയപ്പെടുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല? പേര് ഇതേ പേരാണോ പറഞ്ഞത്? അശ്വതി എന്നും ഒന്നും പറഞ്ഞില്ല. ഓക്കെ, താങ്ക് യു ലൂസി മാം, താങ്ക് യു. ഓക്കെ, ഇപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ സലൂൺ ഉടമയുമായി സംസാരിക്കുകയായിരുന്നു. ലൂസി പറയുന്നതനുസരിച്ച് ഇവരുടെ കയ്യിൽ 5,000 വീതം പേ ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ 10,000 ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ കുട്ടികളുടെ കയ്യിൽ 10,000 എമൗണ്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ആ മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ടാവുമോ? ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഏതെങ്കിലും മൊബൈൽ ഫോൺ വിറ്റിട്ട്, പക്ഷേ അതിനൊന്നും അതെവിടെ കൊടുക്കാനാണ്? അങ്ങനെ കൊടുത്താൽ തന്നെ ഈ കുട്ടികൾക്ക് അത്രയും പൈസ കിട്ടുമോ? ഇതൊന്നും നമുക്കറിയില്ല. നമുക്ക് ആ വിവരങ്ങളൊക്കെ ഇനി പോലീസ് ശേഖരിക്കുന്നുണ്ട്. പോലീസിൻ്റെ സംഘം താനൂരിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഈ സ്ഥലത്ത് മാത്രം 10,000 കൊടുത്തു. കൂടുതൽ പൈസ ഈ കുട്ടികളുടെ കൈകളിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടികൾ സുരക്ഷിതമായി തിരികെ എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവരുടെ കുട്ടികളുടെ കയ്യിൽ പൈസയുണ്ട്. അവർ 16 വയസ്സ് 17 വയസ്സോളം എത്തുന്ന കുട്ടികളാണ്. അതുകൊണ്ട് അവർക്ക് ഭാഷ അറിയില്ല, എന്നാൽ അതേസമയം അപാരമായിട്ടുള്ള ധൈര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ കുട്ടികൾ എന്നുള്ളത് നിശ്ചയമാണ്. അതുകൊണ്ടൊരു പക്ഷേ അടുത്ത വണ്ടിയിൽ പോകാം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ഈ കുട്ടികൾ ഈ സലൂണിലിരുന്ന് പറയുന്നത് എന്താണെന്ന് ഒന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം. പെട്ടെന്ന് ഇതിന് പോയാലും നമുക്ക് മറ്റേ വണ്ടി എന്താടി അച്ഛൻ ഇവിടുന്ന് എസ്കേപ്പ് ആവണ്ട, പെട്ടെന്ന് ഇതിന് പോയാലും നമുക്ക് മറ്റേ വണ്ടി
ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് പോയാലോ നമുക്ക് എന്ന് ഈ കുട്ടി പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഫാത്തിമയാണ്. അശ്വതിയോടാണ് പറയുക, അച്ചു നമുക്ക് പോയാലോ, എസ്കേപ്പ് ആവണ്ടേ എന്ന് പറയുമ്പോൾ മറ്റാരെങ്കിലും ഇവരോടൊപ്പം യാത്ര ചെയ്യുന്നതായുള്ള സൂചനയില്ല. ഇവർ രണ്ടുപേരും കൂടി ഒരു യാത്രയ്ക്ക് പ്ലാനിടുകയാണ് എന്ന് വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. എന്തായാലും ഈ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നത് നിശ്ചയമില്ല. ഇവിടെ വന്ന് സ്റ്റൈൽ മാറ്റി ഹെയർ ഷോർട്ടൺ ചെയ്തു. നല്ല ധാരാളം തലമുടി ഉണ്ടായിരുന്ന കുട്ടിയാണ് ഈ അശ്വതി. ആ കുട്ടിയായിരിക്കാം ഒരുപക്ഷെ ഷോർട്ടൺ ചെയ്തിട്ടുണ്ടാവുക. രണ്ടുപേരും മുടി സ്ട്രെയിറ്റൻ ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റൈൽ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേതെങ്കിലും സുഹൃത്തുക്കളെ തേടി വന്നതാണോ, ഇൻസ്റ്റാഗ്രാം ചാറ്റ് വഴി ഏതെങ്കിലും ആളുകളെ കാണാൻ വന്നതാണോ, ഇവർ സ്റ്റൈല് മാറ്റി അവിടെ എത്താൻ വേണ്ടി വന്നതാണോ, ഇനി ഏതെങ്കിലും സുഹൃത്തിൻ്റെ കല്യാണം നമ്മൾ ആരും അറിയാതെ കൂടാൻ വേണ്ടി വന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇത് ആരോടും പറഞ്ഞിട്ടില്ല. റഹീം അസ്ലത്തോട് മാത്രമാണ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ റഹീം അസ്ലം പറയുന്നതും പൂർണ്ണമായും നമുക്ക് ഈ ഘട്ടത്തിൽ വിശ്വസിക്കുക വയ്യ. റഹീം അസ്ലമിനെ പോലീസ് ചോദ്യം ചെയ്യും, കൂടുതൽ വിവരങ്ങൾ എടുക്കും. റഹീം അസ്ലമും ഇപ്പോൾ ഉള്ളത് മുംബൈയിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.